നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പോരാട്ട വഴിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി ബഹിഷ്കരണം മാറിയിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് നടപ്പിലാക്കുകയും വമ്പിച്ച ഫലം കാണുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ ബഹിഷ്കരണത്തിന്റെ ഏറ്റവും പുതിയ വർത്തമാനങ്ങളും ക്യാമ്പയിനുകളും ചർച്ചയാവുകയാണ്. ഇസ്രായേൽ കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ലോകത്തുടനീളം നടപ്പിലാക്കുന്ന ബഹിഷ്കരണം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ അനുദിനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. മൂർച്ചയേറിയ ഈ ആയുധം ഉപഭോക്താക്കളിലും കോർപ്പറേഷനുകളിലും പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വ്യത്യസ്തമായ രീതിശാസ്ത്രമുണ്ട്. ഇതിൽ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം 1948 മുതൽ ഇന്നുവരെ കാണാത്ത തകർച്ചയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല ഇതെന്നും ഈ യുദ്ധം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചെന്നും ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. 3/4 നൂറ്റാണ്ട് നീണ്ടുനിന്ന ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും കോളനിവൽക്കരണവും ഒരു ജനതയ്ക്ക് മേലുള്ള നിരന്തരവും അക്രമാസക്തമായ അടിച്ചമർത്തലുകളും ബഹിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ട ചിന്തകൾ വ്യാപകമാകുവാൻ കാരണമായി. അങ്ങനെയാണ് 2005 സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയ്ക്കായി ഫലസ്തീൻ കേന്ദ്രമാക്കി ഉമർ ബർഗുത്തിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാർ BDS എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച സംഘടന മഹാത്മാഗാന്ധിജിയുടെ അഹിംസാ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തുള്ള മറ്റു മനുഷ്യരുടെ അതേ അവകാശങ്ങൾക്ക് ഫലസ്തീനികളും അർഹരാണെന്ന തത്വമാണ് BDS ഉയർത്തുന്നത്. ബഹിഷ്കരണത്തിനും അപ്പുറം ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ഈ സംഘടന ലോകത്തിന് മാർഗനിർദ്ദേശം നൽകുന്നു. ഫലസ്തീന്റെ ഭൂമി ഇസ്രായേൽ കുടിയേറുകയും കോളനിവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ ഫലസ്തീൻ പൗരന്മാരുടെ വിവേചനം കാണിക്കുന്നു. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് സ്വദേശത്തേക്കും അവരുടെ വീടുകളിലേക്കും മടങ്ങാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു. തുടങ്ങിയ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് സംഘടനയുടെ രൂപീകരണം. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കാൻ ഇസ്രായേലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് BDS ലക്ഷ്യമാക്കുന്നത്. 2005 രൂപീകരിച്ച ഈ സംഘടനയ്ക്ക് വലിയ ആരവങ്ങളോടെ അല്ലെങ്കിലും ലോകമെമ്പാട് യൂണിറ്റുകളും അക്കാദമിക് വകുപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ചർച്ചകൾ, പള്ളികൾ, താഴേക്കിടയിലുള്ള ചെറു സംഘങ്ങളുമായി ചേർന്നൊക്കെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 1948 മുതൽ 3/4 നൂറ്റാണ്ട് ഇസ്രായേൽ ഫലസ്തീനികളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഫലസ്തീൻ ജനതയ്ക്കുമേൽ നിരന്തരമായ കുടിയേറ്റം നടത്തുകയും സജീവമായ കോളനിവൽക്കരണത്തിന് അവരെ വിധേയമാക്കുകയും വർണ്ണവിവേചനത്തിന്റെയും അധിനിവേശത്തിന്റെയും ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഭരണകൂടത്തിനാണ് ലോകരാജ്യങ്ങളുടെ സർവ്വ പിന്തുണയും. ഫലസ്തീനികളെ അടിച്ചമർത്തുവാൻ ലോകമെമ്പാടുമുള്ള കോർപ്പറേഷനുകളും സ്ഥാപനങ്ങളും ഇസ്രായേലിനെ സഹായിക്കുകയാണ്. ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നു. ഈ അനീതി തടയുവാനും ആഗോള പൗരന്മാരുടെ കൂട്ടായ പ്രതികാരം ഉണ്ടാക്കുന്നതിനും BDS എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫലസ്തീൻ പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഈ ആശയം അന്താരാഷ്ട്ര സമൂഹത്തിൽ എത്തിക്കുന്നതിൽ അവരിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നതിനും സംഘടന ലക്ഷ്യം കാണുകയുണ്ടായി. ഫലസ്തീനിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം നിരന്തരമായി മുന്നിൽ വരുമ്പോഴും ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മനുഷ്യത്വം മരവിച്ചുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ബഹിഷ്കരണം എന്നത് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒരു സംഘർഷ യുദ്ധകാലത്ത് വാങ്ങാതിരിക്കുന്നതിൽ പരിമിതപ്പെടുത്തുന്നതല്ല എന്ന് BDS തെളിയിക്കുന്നു. കാലങ്ങളായി ഫലസ്തീനികളോട് കാണിക്കുന്ന അത്യന്തം വിവേചനപരമായ നടപടി കാണിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നതിനുള്ള പ്രായോഗിക രീതികൾ അവർ നടപ്പിൽ വരുത്തി. ഇസ്രായേലിന്റെ കായികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സഹകരണവും നൽകാതിരിക്കുക, ഇസ്രായേൽ നടത്തുന്ന അക്കാദമിക് സ്ഥാപനങ്ങളുമായി ബന്ധം ഉപേക്ഷിക്കുക, അക്കാദമിക് തലത്തിൽ ഏതെങ്കിലും ഇസ്രായേലി പണ്ഡിതന്റെ ബന്ധമുണ്ടാകുമ്പോൾ മനുഷ്യ നന്മയെ മുൻനിർത്തി അവരെ ബഹിഷ്കരിക്കുക, ഫലസ്തീന്റെ മനുഷ്യാവകാശം നിഷേധിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കുക തുടങ്ങിയ ബഹിഷ്കരണം ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയവും സാംസ്കാരികവുമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ മാത്രമേ അത് പ്രയോജനം ചെയ്യുള്ളൂവെന്നാണ് BDS വരച്ചു കാണിക്കുന്നത്. ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ബാങ്കുകൾ, ഫൈനാൻസിംഗ് കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ടാക്സ് അടയ്ക്കാൻ വിസമ്മതിക്കുക, അവരുടെ സർവകലാശാലകളുമായി ചേർന്നുള്ള പഠനം, ജോലി തുടങ്ങിയവയിൽ നിന്നും വിട്ടുനിൽക്കുക, പ്രാദേശിക കൗൺസിലുകളും പള്ളികളും പെൻഷൻ ഫണ്ടുകളും ഇസ്രായേൽ ഭരണകൂടത്തിൽ നിന്നും ഇസ്രായേലി വർണ്ണവിവേചനം നിലനിർത്തുന്ന എല്ലാ ഇസ്രായേലി അന്തർദേശീയ കമ്പനികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുകയും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ വിവിധങ്ങളായ ഉദ്ദേശങ്ങളാണ് ഡൈവേഴ്സ്മെന്റിൽ വരുന്നത്. കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കോട്ടിയ ബാങ്കാണ് BDS ക്യാമ്പയിൻ ഏരിയയായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്ന്. ഇസ്രായേലി ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റിൽ നിക്ഷേപം നടത്തിയതിനാൽ ബാങ്ക് വംശഹത്യയ്ക്ക് ഫണ്ട് നൽകുന്നുവെന്ന് പറഞ്ഞ് പ്രവർത്തകർ ബാനറുകൾ ഉയർത്തി. അത് സ്പോൺസർ ചെയ്യുന്ന ഗില്ലർ പ്രൈസ് ബുക്ക് അവാർഡിനെതിരെ നടത്തിയ ക്യാമ്പയിനിൽ വലിയ വിജയമായിരുന്നു.
തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ്ങിലൂടെ പ്രമുഖ ബ്രാൻഡുകളിൽ നിന്നും $650 മില്യൺ നഷ്ടം വരുത്തുവാൻ സാധ്യമായിരുന്നു. 2015 മുതൽ ഇസ്രായേൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈന്തപ്പഴ കച്ചവടത്തിലൂടെ $23 മില്യൺ ഉണ്ടാക്കിയിരുന്നു. ഒറ്റ വർഷത്തെ BDS ക്യാമ്പയിനിലൂടെ അത് 30% കയറ്റുമതി കുറവ് വരുത്തുവാൻ സാധിച്ചു. പ്രമുഖ ബ്രാൻഡുകളായ സ്റ്റാർബക്സ്, മെക്ഡൊണാൾഡ്സ്, KFC തുടങ്ങിയവയുടെ സ്റ്റാളുകൾ യുദ്ധം തുടങ്ങിയ ശേഷം പലപ്പോഴും കാലിയായി കിടക്കുന്നുവെന്ന് ഗൾഫ് അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോട്ടലുകളിൽ നിന്ന് പെപ്സിയും കോളയും പൂർണ്ണമായി മാറ്റിയ ഇന്റർനാഷണൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ഇസ്രായേലിനെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുകയാണ്. ഈ യുദ്ധത്തോടെ അമേരിക്ക കേവലം ഇസ്രായേലിന്റെ യുദ്ധസഹായിയല്ല, അവരാണ് മുന്നിൽ നിന്ന് യുദ്ധവും വംശഹത്യയും നയിക്കുന്നതെന്ന് ലോകത്തുടനീളമുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരിഫോർ പോലുള്ള സ്ഥാപനങ്ങളിൽ കച്ചവടം 25% കുറഞ്ഞുവെന്ന് അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. തുർക്കി ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല എങ്കിലും പൊതുജനങ്ങളുടെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടി തുർക്കി പാർലമെന്റ് ഈ മാസം ആദ്യം കൊക്കക്കോള, നെസ്ലെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ റെസ്റ്റോറന്റുകളിൽ നിന്ന് നീക്കം ചെയ്തു. ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളെ ഏറ്റവും ഭയക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആണെന്നും അവരുടെ കച്ചവട ഭീമന്മാരാണെന്നും ഇതെല്ലാം അടിവരയിടുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സെലിബ്രിറ്റികൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പരസ്യമായി നിലപാടെടുക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഇറാഖി അമേരിക്കൻ ബ്ലോഗറായ ഹുദ ഖത്താൻ, നെതർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കിൻ തെറാപ്പിസ്റ്റ് അസ്മ റംദാനി തുടങ്ങിയവർ ഫലസ്തീനു വേണ്ടിയുള്ള ക്യാമ്പയിന് മുന്നിലുണ്ട്. കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന ബേക്കറി കമ്പനിയായ പിൽസ്ബറിക്കെതിരെ നടത്തിയ ബഹിഷ്കരണ ക്യാമ്പയിൻ വലിയ സ്വാധീനമുണ്ടായി. 2 വർഷത്തെ ബഹിഷ്കരണ ക്യാമ്പയിന് ശേഷം മാത്യു കമ്പനിയായ ജനറൽ മിൽസ് 2022 ഈ സൗകര്യം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഉൽപ്പന്നങ്ങളൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലൂയി വിറ്റോൺ, ഇന്റൽ, ക്രിസ്ത്യൻ ഡിയോർ, പ്രാഡ, ജില്ലറ്റ്, HP ഏരിയൽ, ഫൈരി, പാമ്പേഴ്സ്, ടിഫാനി, P&G എന്നീ കമ്പനികൾ നേരിട്ട് ഇസ്രായേലിന്റെ യുദ്ധത്തിനും വംശഹത്യയ്ക്കും സഹായിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2022 HP-യും P&G പോലുള്ള കമ്പനികൾ $300 ബില്യൺ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിലൊരു വിഹിതം ഇസ്രായേൽ സൈനികരെ സഹായിക്കുകയാണെന്നും പരസ്യമായി പറഞ്ഞതാണ് അതുവഴി ഫലസ്തീനെതിരെയുള്ള ബോംബ് വർഷങ്ങളിൽ ഇവർ ഭാഗമാക്കിയത്. 2001 മുതൽ ഇവർ ഇസ്രായേൽ മാർക്കറ്റിലുണ്ട്. പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡായ ലൂയി വിറ്റോൺ ഇസ്രായേൽ ഡയമണ്ട് മാർക്കറ്റിലും ഇസ്രായേലി സെക്യൂരിറ്റി മാർക്കറ്റിലും വമ്പിച്ച നിക്ഷേപമിറക്കുന്നു. ഇസ്രായേൽ സമ്പദ് രംഗത്തെ താങ്ങി നിർത്തുന്നതിൽ അവിടുത്തെ ഡയമണ്ട് കച്ചവടത്തിന് വലിയൊരു പങ്കുണ്ട്. പ്രശസ്ത കമ്പ്യൂട്ടർ ബ്രാൻഡായ HP ആണ് ഇസ്രായേലി ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന മറ്റൊരു ഭീമൻ ബ്രാൻഡ്. ഫലസ്തീനെതിരായ വ്യവസ്ഥാപിതവും വംശീയമായ വേർതിരിവും വർണ്ണവിവേചനവും നിയന്ത്രിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതും HP-യുടെ നേതൃത്വത്തിലാണ്. അന്യായമായോ ദുർമാർഗത്തിലൂടെയോ വംശീയമായോ BDS ക്യാമ്പയിൻ ചെയ്യുന്നില്ല. അത് വ്യക്തിയെയോ ദേശത്തെയോ ദേശീയതയോ ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂതന്മാരടക്കമുള്ള പൊതുസമൂഹം ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഫലപ്രദമായ ഉപകരണമെന്ന നിലയിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് ഇനിയും വമ്പിച്ച സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് പുതിയതായി പുറത്തുവരുന്ന കണക്കുകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നിയമങ്ങളുടെ എല്ലാ അതിരുകളും ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ വ്യാപ്തി അഭൂതപൂർവമാണ്. അതിനാൽ അറബ് തെരുവുകളിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും അതിനുള്ള പ്രതികരണവും അഭൂതപൂർവമാകാതെ തരമില്ല. നന്ദി, നമസ്കാരം.